ഒരാളെ പറ്റി ഒരു ധാരണ പിശക് മനസ്സിൽ വെച്ചാൽ തന്നെ സഹോദരങ്ങളെ, നമ്മളെ ഖൽബിന്റെ വിശുദ്ധി പറ്റേ കുറഞ്ഞു പോകും, നമ്മളെ ഖൽബിന്റെ ഡിഗ്രി പറ്റേ കുറഞ്ഞു പോകും. മഹാന്മാരെ ഖൽബിന്റെ വിശുദ്ധി എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരെത്രമാത്രമാണ് അവരെ ഖൽബിനെ പാകപ്പെടുത്തിയെടുത്തത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു? എത്ര വലിയ ബഹുമാനമുള്ള വലിയ കറാമത്തുള്ള മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. പറയുന്നു, ഒരു ദിവസം ഒരു ജനാസ നിസ്കാരവും പ്രതീക്ഷിച്ച് ബഗ്ദാദിലെ വലിയ പള്ളിയുടെ പരിസരത്ത് ഞാൻ ചെന്നു നിന്നു. ഷോനീസിയ പള്ളിയുടെ പരിസരത്ത് അവിടെ ചെന്നു നിന്നപ്പോ ഒരു യാചകനെ ഞാൻ കണ്ടു. അയാൾ പലരിൽ നിന്നും ഇങ്ങനെ കൈനീട്ടി യാചിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അയാളെ കണ്ടപ്പോ എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. നമ്മളെ മനസ്സിലൊക്കെ വരുമോ നോക്കിയിട്ടോ. എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. എന്ത്? ഇയാൾക്ക് എന്താ ഒന്ന് ജോലി എടുത്ത് അധ്വാനിച്ച് ജോലി എടുത്തൊന്ന് ജീവിച്ചു. ഇങ്ങനെ ആൾക്കാരോട് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ 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 കൈ നീട്ടി പറഞ്ഞിട്ടില്ല. മനസ്സിലങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. ജുനൈദുൽ ബഗ്ദാദി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഒരാളങ്ങനെ പലരോടും ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ യാചിക്കുന്നു. ആൾക്കാർ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. കൊടുക്കുന്ന ആൾക്ക് ഈശ്വരിടുന്നു, അങ്ങനെ പോകും. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ രാത്രിയൊക്കെ കുറേ നേരം ഇബാദത്ത് എടുക്കുന്ന മഹാനാണ്. അർദ്ധരാത്രിക്ക് ശേഷം മഹാനവറുകൾ പതിവായ ഇബാദത്തിന് വേണ്ടി എഴുന്നേറ്റു, ഉളു എടുത്തു, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. ഉറക്കം വരും. ഖൽബിന് ഉണർവില്ലെങ്കിൽ പിന്നെ ഉറക്കം വരും. ഖൽബിന് ഉണർവുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരൂല. ഉറക്കം വരും. ഖിയാമിൽ ഫാത്തിഹ ഓതാതെ നിന്നിട്ട് ഉറക്കം വരിക, റുക്കൂയിലേക്ക് പോയിട്ട് ഉറക്കം വരിക, അത്തഹിയ്യാത്തിന് ഇരുന്നിട്ട് എങ്ങനെ ആയിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കുന്നു മാറുന്നില്ല. പിന്നെയും മഹാനവറുകൾ ഉളു എടുത്ത് മുഖക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി പിന്നെയും വന്ന് നിസ്കരിക്കാൻ നിന്നു. ഉറക്കം വരുന്നേ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഉറക്കം വരില്ല. പതിവായിട്ട് ഇങ്ങനെ ഒന്ന് നിസ്കരിക്കുന്നതല്ലേ, ഉറക്കും വിഷമങ്ങളൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ. ഉറക്ക് വന്ന് ഒരു ഭാഗത്തേക്ക് മഹാനവറുകൾ അങ്ങ് ചാഞ്ഞു വീണു. ആ വീഴ്ചയില്ലതാ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാണുന്നു തന്റെ മശായിഖുമാർ, തന്റെ വലിയ വലിയ ഗുരുനാഥന്മാർ അവര് വരിയായി വന്നു നിന്നുകൊണ്ട് മുന്നിലേക്ക് ഒരാളെ ഉന്തി മുന്നിലേക്കാക്കിയിട്ട് തരുന്നു. മുന്നിലേക്ക് നിർത്തി തരുന്ന ആളെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാൻ നോക്കുമ്പോ ആരാന്നറിയോ? പകല് സമയത്ത് ഷൗനീസിയ പള്ളിയുടെ മുറ്റത്ത് യാചന നടത്തുന്നൊരു യാചകനെ കണ്ടില്ലേ? അദ്ദേഹത്തെയാണ് ഇവര് മുന്നിലേക്ക് ഇങ്ങനെ നിർത്തി തരുന്നത്. എന്നോട് പറഞ്ഞു, കുല്ലഹ്മഹു, ഇയാളെ മാംസം നിങ്ങൾ തിന്നോളൂ, ഇറച്ചി ഭക്ഷിച്ചോളൂ. ഫഖദിഗ്തബ്തഹു, കുറ്റം പറഞ്ഞില്ലേ, ഗീബത്ത് പറഞ്ഞില്ലേ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെറിയ രൂപത്തിലൊന്ന് ധരിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ തിന്നോളൂ നിങ്ങളെ ഇറച്ചി, ഇയാളെ ഇറച്ചി വേണ്ടത്ര തിന്നോളൂ എന്ന് പറഞ്ഞ ഇയാളെ എന്റെ മുന്നിലേക്ക് അങ്ങനെ ഉന്തി തള്ളി നീക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഇരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. നാട്ടിൽ അദ്ദേഹം സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞെട്ടി ഉണർന്നു ഞാൻ രാത്രി തന്നെ വീട് വിട്ടിറങ്ങി. ഞാൻ ഓടിപ്പോയി. അദ്ദേഹം ഇരിക്കുന്നൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ ഭാഗത്ത് ഒരു വെള്ളച്ചാല് ഒഴുകുന്ന ഒരു സ്ഥലത്തിനുണ്ട് സമീപത്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ച് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നെ കണ്ടപാടെ ആ മനുഷ്യൻ ചോദിക്കുന്നു, തഊദു യാ അബുൽ ഖാസിം, അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ഇനി ആവർത്തിക്കുമോ? നിങ്ങളെ മനസ്സിൽ ഇങ്ങനത്തെയുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും അടുത്ത ആളല്ലേ. എന്നിട്ട് ഞാൻ യാചിക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്തിനാ മനസ്സിൽ ചിത്രീകരിക്കുന്നത്? നല്ലത് ചിത്രീകരിച്ചാ പോരെ നിങ്ങൾക്ക്? ഇനി ആവർത്തിക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തയുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, ഇനി മേലാലുണ്ടാകൂല. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ഈ വിഷയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി
എളുപ്പമാക്കി തരണം. അദ്ദേഹം എനിക്ക് മാപ്പ് നൽകി പൊരുത്തപ്പെട്ടു തന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിസ്കാരത്തിലും ഔറാദിലുമായി കഴിഞ്ഞുകൂടി. എൻ്റെ നിസ്കാരത്തിന്റെ ഭംഗി എനിക്ക് തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഔറാദിൽ മുഴുകി. പിന്നെ ആരെ കണ്ടാലും ഇവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും എൻ്റെ മനസ്സുകൊണ്ട് പറ്റാത്ത ഒരു ചിന്ത ഒരിക്കലും ചിന്തിക്കാറില്ല. സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് വിചാരിക്കുന്ന വിചാരം തന്നെ മോശമായി പോയാൽ ഖൽബ് കേടാകാൻ അത് ഏറ്റവും വലിയ കാരണമാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ നന്നായി ശ്രദ്ധിക്കണം. നിന്റെ ഖൽബിന്റെ നാവിനെ ഒരു നിലക്കും കേടാക്കരുത്. നാവിനെ കേടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നന്നായി ശ്രദ്ധിക്കണം. നാവിന് കേടുവരുത്തുന്ന ഒരു സംഗതിയും ഉണ്ടാകരുത്. പിന്നെ പറയുന്നു, തർക്കത്തിലേക്ക് നീ നിന്റെ നാവിനെ വലിച്ചേക്കരുത്. ഒരുപാട് തർക്കങ്ങൾ പല രൂപത്തിലും വന്നേക്കാം. ആ തർക്കങ്ങളിലൊന്നും ഇടപെട്ടുകൊണ്ട് നീ സമയം ചെലവഴിക്കരുത്. നിന്നെ പൊക്കി പറയുന്നൊരു സ്വഭാവം നിനക്കുണ്ടാകരുത്. മറ്റൊരു സംഗതിയാണ് നാവ് കൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ ബഹുമാനം പറഞ്ഞ്, നിന്റെ സ്വീകാര്യത പറഞ്ഞ് ആളുകൾ നിന്നെ സ്വീകരിക്കാനും വിശ്വസിക്കാനും അത്തരത്തിൽ നാവ് കൊണ്ട് നീ പണിയെടുക്കരുത്. മറ്റൊരാളെയും ആക്ഷേപിക്കുന്ന ശൈലി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ശപിക്കുന്ന ഒരു രൂപം നിന്റെ നാവ് കൊണ്ട് നീ സ്വീകരിക്കരുത്. ഒരു ജീവിയെയും നീ ശപിക്കരുത്. ഒരു ഭക്ഷണത്തെയും നീ ആക്ഷേപിക്കരുത്. ഒരു മനുഷ്യനെയും പേരെടുത്ത് നീ ശപിക്കരുത്. ഒരാളെയും നിന്റെ നാവ് കൊണ്ട് നീ ശാപവാക്ക് ഉപയോഗിക്കരുത്. അതിന് തന്നതല്ല അള്ളാഹു നിനക്ക് നാവ്. ലഅനത്ത് നീ ചെയ്തുകൂടാ. ഏഴാമതായി പറഞ്ഞു, സൃഷ്ടികൾക്കെതിരെ കേടായി നീ ദുആ ചെയ്യരുത്. മക്കൾക്കെതിരെ മാതാപിതാക്കൾ ദ്വാരക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്കും പ്രതികൂലമായി ദ്വാരക്കരുത്. അനുകൂലമായി നന്നായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്തെങ്കിലും വൃത്തികേടുകൾ അവരിലുണ്ടോ, ആ വൃത്തികേടുകൾ നീങ്ങിയിട്ട് അവരെ നന്നാക്കണേ അല്ലാ എന്ന് നീ ദ്വാരക്കണം. എട്ടാമതായി പറയുന്നു, തമാശ, പരിഹാസ രൂപത്തിലുള്ള തമാശ, ജനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള തമാശ, നീ അതിൽ പങ്കെടുക്കരുത്. അതിൽ നീ അതിൽ നീ കൂടരുത്. അതേ സഹോദരങ്ങളെ, മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ചെറുതാക്കിക്കൊണ്ടുള്ള രൂപത്തിൽ, തമാശ രൂപത്തിൽ, പരിഹസിക്കുന്ന സ്വരത്തിൽ കണ്ടില്ലേ നിങ്ങൾ പലരും കോമഡി വർത്തമാനങ്ങളും മറ്റുമൊക്കെ സ്വീകരിക്കുന്നത്? മുസ്ലിമിന് യോജിച്ച ശൈലിയല്ലത്. മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാനോ സ്വീകരിക്കാനോ പറ്റിയതല്ല. ആ രൂപത്തിൽ നാവിനെ നന്നായി ശ്രദ്ധിച്ച്, നന്നായി സൂക്ഷിച്ച്, ഏതെങ്കിലും ആളുകൾ നാവിനെ കേടായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടാൽ നീ നിന്റെ നാവിനെ നേരെ ചൊവ്വേ കൊണ്ടുപോകണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ബത്വന്, വയറിനെ ശ്രദ്ധിക്കണം. നാവ് കേടാകുന്നത് പോലെ തന്നെ വയറ് കേടായാൽ ഖൽബ് കേടായി പോകും. വയറിനെ നന്നായി ശ്രദ്ധിക്കണം. ഹറാമായ മാർഗങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താൻ ഒരൊറ്റ വകുപ്പും വയറിന് ഉണ്ടാക്കിക്കൂടാ. ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും മയക്കുമരുന്ന് വസ്തുക്കളിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും വീണുപോകാതിരിക്കാൻ സാമ്പത്തികമായും സാമൂഹികമായും നല്ല ഭദ്രത നമ്മൾ സ്വീകരിക്കണം. ആത്മീയമായ മാർഗങ്ങളിൽ മക്കളെ പരിപോഷിപ്പിക്കണം. ഉപ്പമാരോട് പറയട്ടെ, മക്കളും പേരക്കുട്ടികളും എത്ര അധ്വാനിക്കുന്നവരും എത്ര സമ്പന്നരുമാണെങ്കിലും സുബഹിക്ക് നിങ്ങൾ എഴുന്നേൽക്കുമ്പോ അവരെയും എഴുന്നേൽപ്പിക്കണം. നിങ്ങളൊരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അവരെ കയ്യിലേക്കും ഖുർആൻ കൊടുക്കണം. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഒന്ന് ഓതാൻ പറയണം. സുബഹി നിസ്കാരം കഴിഞ്ഞൊരു 15 മിനിറ്റെങ്കിലും വീടിന്റെ ഉള്ളിൽ എല്ലാവരും ഒന്ന് ഖുർആൻ ഓതട്ടെ. പക്ഷേ സഹോദരങ്ങളെ, മിക്ക വീടുകളിലും എല്ലാവരും ഖുർആൻ ഓതുന്നൊരു ശൈലി കാണണമെങ്കിൽ ആരോ ഒന്ന് മരിച്ചു കിട്ടണം. ആ തരത്തിലേക്ക് അവസ്ഥകൾ മാറിക്കഴിഞ്ഞു പോയി. അതാ സഹോദരങ്ങളെ, ആത്മീയമായ ലോകത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ താഴെ തട്ടിലേക്ക് പോകാനുള്ള കാരണം. പഴയ കാലത്ത് 30-35 ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ കുടിലി നാട്ടിലുള്ളത് പരിചയമുള്ളത് ആലോചിച്ച് നോക്കിയാണ്. അതിൽ അണുകുടുംബങ്ങളായിട്ട് 4-5 കുടുംബം ഉണ്ടാവും. ഒരൊറ്റ കുടുംബം അവിടുന്ന് പോകുന്നത് അവർക്ക് സങ്കടമായിരിക്കും.
ഇപ്പൊ പവറും പത്രാസും നിറഞ്ഞ വീട്ടിൽ തന്നെ താമസിക്കാൻ ആകെ 4 ആളെ ഉണ്ടാകുള്ളൂ. എന്നിട്ട് തന്നെ സൗകര്യം മതിയാകാതെ വരികയാണ്. എന്നിട്ട് തന്നെ അവർക്ക് സൂക്കടും ഇടങ്ങേറോടൊന്നും മാറുന്നില്ല. എന്തേ കാരണം? ഒന്നുമല്ല, വേണ്ട രൂപത്തിലുള്ള നിസ്കാരവും വേണ്ട രൂപത്തിലുള്ള ഖുർആനോത്തുമില്ല. പറ്റാത്തതൊന്നും കടിക്കരുത്. നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം. എത്ര പറഞ്ഞാലും വാപ്പാര് കുട്ടികൾക്കൊക്കെ 2ാം ക്ലാസ് മുതലേ അക്കൗണ്ട് കൊടുത്തു കൊടുക്കണം. എല്ലാവരും ഉഷാറാണ്. ഇനി എടുത്തു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി ഒഴിവുണ്ട് ബാങ്കിലൊക്കെ, 0 ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ വേഗം ചെന്നു. 5ാം ക്ലാസ്സിലുള്ള കുട്ടിയെ കയറിയിട്ട് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാർഡ് ഇട്ടുകൊണ്ട് പണം വലിച്ചുകൊണ്ട് മയക്ക് വസ്തു വാങ്ങണത് എന്ന് പറഞ്ഞാൽ വാപ്പാരെ കാതിലേക്ക് അങ്ങോട്ട് കേൾക്കേണ്ടത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ക്ലോസ് ചെയ്യാൻ പറ്റൂല, കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നൊരു സംഘ പൈസ വരാണ്ട്. എന്ത് പൈസ? എത്ര കാലമായി അധ്വാനിച്ച് കൂടുന്നത്? ആ പണം കണ്ടിട്ടാണോ നിങ്ങൾ ഈ മക്കളുണ്ടാക്കി വളർത്തി? ഹലാലായ രൂപത്തിൽ സ്വത്തുണ്ടാക്കി അധ്വാനിച്ചുകൊണ്ടിൽ പോറ്റാനല്ലേ? ആ ഒരു സൗകര്യം സംവിധാനം ചെറിയ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവരത് വസൂലാക്കിയിട്ട് മയക്ക് വസ്തുക്കളും മറ്റും വാങ്ങിയിട്ടത് കഴിച്ച് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ദുരന്തം എത്രയെന്നറിയോ സഹോദരങ്ങളെ? ചെറിയ കുട്ടികൾ പോലും, വലിയവരല്ല, ചെറിയ കുട്ടികൾ പോലും, വലിയവരെ കഥ പിന്നെ പറയാതൊക്കെ നല്ലത്. നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് എത്ര പറഞ്ഞാലും നിയന്ത്രിക്കൂല. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 രൂപ ഒരു സാധനം മേടിക്കാൻ 10 രൂപ വീട്ടിൽ നിന്ന് തന്നാൽ അതിൻ്റെ ബാക്കി 2.50 ഉണ്ടെങ്കിൽ ആ 2.50 കയ്യിൽ വെക്കാൻ തരുമോ? തരൂല. വാപ്പയും ഉമ്മയും വാങ്ങിയിരുന്നു. അവരാണ് ബുദ്ധിമാന്മാര്. 2.50 വാപ്പയും ഉമ്മയും വാങ്ങിയിരുന്നു. മിഠായി അല്ലേ, അത് വാപ്പ എടുക്കലും പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. 10 പൈസൻ്റെ മിഠായി, 10 പൈസക്ക് അന്നൊരു പേർക്കാർക്ക് മൊത്തമുള്ള മിഠായി കിട്ടും. ഇപ്പൊ ആ ബാക്കി കയ്യിൽ വരുന്നത്, ബാക്കി ഒരു 50 രൂപയാണ് മിച്ചം ബാക്കി വരുന്നെങ്കിൽ ആ 50 രൂപ ചോദിക്കാതിരിക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ 50 രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആ കുട്ടി സ്വയം നിർവചിച്ച് നിയന്ത്രിച്ച് അവനിഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്. അതാ അന്നൊന്നും തമ്മിലുള്ള മാറ്റം. നമ്മളെ കയ്യിൽ ഒരു 25 രൂപ വാപ്പ തന്നിരുന്നു എങ്കിൽ ആ 25 രൂപക്ക് 22 രൂപക്ക് നമ്മളൊരു സാധനം മേടിച്ച് വീട്ടിലേക്ക് എത്തി. ബാക്കി എവിടെ നോക്കും? ആ 3 രൂപ എടുത്ത് കൊടുക്കും. ആ 3 രൂപയിൽ ഒരു 10 പൈസ പോലും ഒരു മിഠായി വാങ്ങാൻ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവൂല. ഇന്നുള്ള അവസ്ഥ ചിന്തിക്കുക. ഇന്നുള്ള അവസ്ഥ എന്താണ്? ഈ ബാക്കി വരുന്ന 50 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ എങ്ങനെയാ പോകുന്നത്? എതിലൂടെ പോകുന്നത്? അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞാൽ നമുക്കത് സ്വീകാര്യമായും ചെയ്യും. നേരെ സമ്പത്ത് ഉപയോഗിക്കാൻ പക്വത എത്താത്തവരുടെ കയ്യിൽ ഉപയോഗ വസ്തുക്കളായി അത് കൊടുക്കുമ്പോ അവരെ കൂട്ടുകാരുടെയും മറ്റും വശങ്ങളിൽ നിന്ന് അവർ വശമാക്കി വെച്ചത്, അല്ലെങ്കിൽ അവർ രുചിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഒരു പേരറിഞ്ഞത്, ഏതെങ്കിലും ഒന്നിലേക്ക് അവരെ മനസ്സ് പോയിട്ട് അവർ വാങ്ങിയാൽ, ദുഷിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബ് ദുഷിക്കും എന്ന് ഉറപ്പല്ലേ? വയറ് ദുഷിച്ചതുകൊണ്ട് കൽബ് ദുഷിച്ചു പോകും. തീറ്റിപ്പോറ്റി മകനെ നന്നാക്കി വളർത്തി പഠിപ്പിച്ച് 22 വയസ്സുകാരനായ മകൻ സ്വന്തം ഉമ്മാനെ വെട്ടി നിരത്തിയത്, ഈ അടുത്ത് മകൻ കാരണം പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷയാണ് എന്നല്ലേ നിങ്ങൾ വായിച്ചില്ലേ? എന്താണ് ആ ഉമ്മ കുട്ടിയോട് ചെയ്ത തെറ്റ്? ആ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? ആ ഉമ്മ എന്താണ് ആ കുട്ടിയോട് ചെയ്ത തെറ്റെന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. എന്താണ് അവിടെ ഉണ്ടായത്? സാമ്പത്തിക നിയന്ത്രണം തീരെ സ്വീകരിച്ചില്ല. അതേ ആത്മീയമായ വശത്തിലേക്ക് ആ കുട്ടിയെ പ്രവേശിപ്പിച്ച് അതിലൂടെ തന്നെ മാത്രമായി വളർത്തിയെടുക്കാനും ശ്രദ്ധിച്ചെടുക്കാനും സൂക്ഷിച്ചെടുക്കാനും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പകരം ആളുകൾ, നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു ബാപ്പയും ഉമ്മയും ഉള്ള, ഒരു ബാപ്പയും ഉമ്മയും ഇല്ലാത്തൊരു കുറവ്, ബാപ്പയില്ലാത്തൊരു കുറവ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉമ്മ കാണിച്ചിട്ടില്ല. അത്രയും നല്ല ഹൈപ്പവറിലാണ് അവരെ വളർത്തിയത്.
ബാപ്പയുള്ള കുറവ് അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെ വളർത്തേണ്ടിയിരുന്നു. അതിനൊരു പക്വതയിലും പാകതയിലും വളർത്തേണ്ടിയിരുന്നു. കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടിടത്ത് അനുഭവിക്കണമായിരുന്നു. കുറച്ചൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു. മുഴുവനായും സുഖങ്ങളിൽ അങ്ങനെ കയറിയപ്പോ ആ സുഖങ്ങൾ അങ്ങനെ കൂടിക്കൂടി വന്നപ്പോ റേഞ്ച് വിട്ടുപോയി. റേഞ്ച് വിട്ടുപോയപ്പോൾ പിന്നെ അവന് വാങ്ങുന്നതും അവൻ കടിക്കുന്നതും സദാസമയത്തും അവന്റെ കയ്യിൽ സൂക്ഷിക്കുന്ന പാക്കറ്റുകളും മയക്ക് വസ്തുക്കളായി മാറിപ്പോയി. മദ്യപാനത്തെക്കാളും ഡേഞ്ചറായിട്ട് ആണും പെണ്ണും ഉപയോഗിക്കുന്നത് ഇന്ന് അതാണ്. പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഉണ്ട്, ചെറുപ്പക്കാര് മാത്രമല്ല ചെറുപ്പക്കാരികളും ഉണ്ട്. ബത്തുനിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ കൽബ് നന്നാകാൻ. ബത്തുന് നാറിപ്പോയാൽ കൽബും നാറിപ്പോകും. ഹറാമായതിന്റെ ഉപയോഗം, അതിലേക്കുള്ള താല്പര്യം അത് അധികരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബിനെ ശ്രദ്ധിക്കാൻ കഴിയൂല. ഹറാം ഉപയോഗിച്ച് അതിലൂടെ എങ്ങനെയാണ് കൽബ് നന്നായി കിട്ടുക? ഹറാമിന്റെ ഏതെങ്കിലും ചെറിയ ഒരു വസ്തു ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് അത്രയും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അതിൽ നിന്ന് പിന്തിരിയാൻ മഹാന്മാര് കാണിച്ചൊരു ജാഗ്രത എത്രമാത്രം വലിയ രൂപത്തിലാണ്. അതിനേക്കാൾ നല്ല രൂപത്തിൽ, അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. ഒരിക്കലും അത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടത്തിലോ ഒരാളും ഇടവരാത്ത രൂപത്തിൽ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണം, കുടുംബത്തെ നിയന്ത്രിക്കണം. സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന രൂപഭാവത്തിൽ ശരിയായ ബോധം എത്തിയവരെ കയ്യിൽ മാത്രം പണം ചെലവഴിക്കാനും വിനിയോഗിക്കാനും കൊടുക്കണം. അല്ലാത്തവരെ കയ്യിൽ സ്വതന്ത്രമായി വിഹാരം നടത്താൻ അത് കൊടുത്തേക്കരുത്. അപകടം സൃഷ്ടിക്കും. എത്ര പൊന്നുമോനായാലും അപകടം സൃഷ്ടിക്കും. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടോ വിരല് കടിച്ചിട്ടോ ദ്വേർക്കാൻ പറഞ്ഞിട്ടോ കാര്യമുണ്ടാകൂല. ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹറാമായ ഒരു സംഗതി വയറ്റിലേക്ക് എത്തുന്നത് മറ്റൊന്നുകൂടി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. രക്ഷിതാക്കൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പല കോളേജുകളിൽ നിന്നും സ്കൂളുകളെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ, സ്കൂളുകളിൽ നിന്നൊക്കെ പലയിടങ്ങളിലേക്കായി പോകുന്ന ടൂറുകളുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ടൂറുകൾ 2-3 ദിവസത്തെ ടൂറുകൾ. ആ ടൂറിന് കയ്യിൽ വെക്കാൻ വേണ്ടി ഒരു 400, കയ്യിൽ സൂക്ഷിക്കാനാണ് 400. അത്യാവശ്യങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാം. ഭക്ഷണത്തിനൊക്കെ അതൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. 2500 അത് ഭക്ഷണത്തിനും ചായക്കുള്ളതൊക്കെ അതിലുണ്ട്. പിന്നെ ഒരു 400 കയ്യിൽ വെക്കാൻ. ഈ കയ്യിൽ വെക്കാൻ കൊടുത്ത 400 കൊണ്ട് കാര്യമായിട്ട് വാരിക്കൂട്ടുന്ന ഒന്ന് ഏതാ വാരിക്കൂട്ട? അവന്റെ ക്ലാസ്മേറ്റ് സുഹൃത്ത് എന്താ വാരിയത്, എന്താ വാങ്ങിയത്? ഒന്നുമല്ല വാങ്ങിയത്. ഒരു കടയിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റ് വാങ്ങിയപ്പോ ഇത് എന്ത് ടേസ്റ്റാന്നറിയോ? ഒന്ന് എടുത്തൊരു അല്പം ഒന്ന് നാവിൽ വെച്ചു. അപ്പൊ മറ്റേ ആളും ജീവിതത്തിൽ ഇതുവരെ രുചിക്കാത്ത ഒരുത്തനും നാവിലൊന്ന് വെച്ചപ്പോ അവൻ ആദ്യം ഇങ്ങനെ ചെറിയൊരു മയക്കങ്ങനെ തോന്നി. പിന്നെ ഒന്നുകൂടി ഒന്നിങ്ങനെ നാവിലേക്ക് ഇങ്ങനെ കൊട്ടിയപ്പോ ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ മറ്റേ ആൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും കൂടി ഇയാളായി മാറി. അതുകൊണ്ട് കിട്ടിയ നേട്ടതാണ്. കയ്യിൽ വെക്കാൻ കൊടുത്തൊരു 400-200 കൊണ്ട് ആ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇത്തരത്തിൽ 1-2 പാക്കറ്റുകൾ വാങ്ങാനാണ്. പിന്നെ എവിടെ 10, 15, 20 രൂപ കിട്ടുന്നോ അതിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി സൂക്ഷിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ ഉപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. അതും നമ്മുടെ വക്കൽ വന്ന റിപ്പോർട്ടുകൾപ്പെട്ട റിപ്പോർട്ടാണ്. നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കണം. എൻ്റെ മോൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലേന്നു ഉസ്താദെ, എൻ്റെ മോൻ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേന്നു. നന്നായി സുബഹി നിസ്കാരം കഴിഞ്ഞ് നല്ല രൂപത്തിൽ ജമാഅത്തിനൊക്കെ പള്ളിയിൽ നിന്റെ കൂടെ തന്നെ ജമാഅത്തിന് വരുന്ന നല്ലോണം പഠിക്കുന്ന നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. പറഞ്ഞാലൊന്നും കേൾക്കണില്ല, ഒന്നും ഉൾക്കൊള്ളുന്നില്ല. എന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവന്റെ ഉമ്മ അവന്റെ വസ്ത്രം അലക്കുന്ന സമയത്ത് പാൻറിന്റെ കീശയിൽ നിന്ന് 1-2 പാക്കറ്റുകൾ എനിക്ക് എടുത്തു തന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ പാക്കറ്റാണ്. എനിക്കറിയില്ല എന്താ പാക്കറ്റ് എന്ന്. ആ രക്ഷിതാവ് പറയാണ്, പാക്കറ്റ് കൊണ്ടുപോയി പീഡിക്കാരനെ കാണിച്ചിട്ട് പീഡിക്കാരൻ പറഞ്ഞു, ഇതോ 1-ാം നമ്പർ മയക്കുമരുന്നിന്റെ പൊടി അതിലുണ്ടാകലെന്ന് പറഞ്ഞു. കുട്ടിക്ക് എങ്ങനെ ഈ പൊടി കിട്ടാനുള്ള ചാൻസ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോ
കയ്യിൽ വെക്കാൻ കൊടുത്ത 250 അതിനാണ് എടുത്തത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എൻ്റെ മോനാണ്, ഞാൻ മുസാഫിനെ നടക്കണ്ടെന്നൊന്നും കാര്യം നടക്കാവൂല. നേരേൽക്ക് സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. പള്ള കേടായിപ്പോയോ ഖൽബ് നന്നാകൂല. ഹറാം ഉപയോഗിച്ചാൽ ഖൽബ് നന്നാകൂല. ബത്തിനെ സൂക്ഷിക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു അവയവമാണത്. ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി പറയട്ടെ. അമ്മൽ ഫർജു, ഗുഹ്യസ്ഥാനവും നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖൽബ് നന്നാകാൻ പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണത്. സ്വകാര്യതയ്ക്ക് നല്ല പരിശുദ്ധി ഉണ്ടായാൽ ഖൽബിന് നല്ല സന്തോഷമാണ്. സ്വകാര്യ അവയവം കേടുവരാത്ത രൂപത്തിൽ നല്ല രൂപത്തിലേക്ക് അള്ളാഹു ഹലാലായതിലേക്ക് അതിനെ ചെലവഴിക്കാനും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ച് അല്ലാഹ് ഹറാമായതിൽ നിന്ന് മുഴുവനും തടഞ്ഞു നിർത്തണം. 2 കൈകളെയും 2 കാലുകളെയും അതേ രൂപത്തിൽ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ മൊത്തം അവയവങ്ങളെ അതേ എല്ലാ ഹറാമുകളിൽ നിന്നും പരിരക്ഷിച്ച് അല്ലാഹ് ഹലാലാക്കി പഠിപ്പിച്ച മാർഗത്തിലേക്ക് മാത്രം ഉപയോഗിക്കണം. എന്നിട്ട് സഹോദരങ്ങളെ ഖൽബിനെ നന്നാക്കി എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന തരത്തിൽ നല്ല ഖൽബ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഖൽബിന് നല്ല സ്ഥാനമുണ്ട്. യഥാർത്ഥ ഖൽബിന് നല്ല ബഹുമാനമുണ്ട്. കേടുവരാത്ത ഖൽബാണോ ഒരാൾക്കുള്ളത്, അതുകൊണ്ട് ചെയ്യുന്ന അമല് കുറച്ചാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ഇതിന് കൂടുതലാണ്. ഖൽബ് കേടുവന്ന രൂപത്തിലാണോ അതിന് സ്വീകാര്യത കുറയും. നല്ല ഖൽബാക്കി നമ്മുടെ ഖൽബുകളെ പരിവർത്തിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സമയവും സന്ദർഭവും ഒക്കെ അതിന് ഒത്തതാണ്. വിശുദ്ധ ശഅബാനും റമദാനും ഒക്കെ അതിന് പറ്റിയ സന്ദർഭങ്ങളാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ, അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ നല്ല വിഷയങ്ങൾ ചിന്തിക്കാനും രൂപപ്പെടുത്താനും പറ്റുന്ന ഖൽബാക്കി അല്ലാഹു നമ്മുടെ ഖൽബുകളെ മാറ്റിത്തരട്ടെ. കേടുവരാത്ത രൂപത്തിൽ ഖൽബിനെ സൂക്ഷിക്കാൻ നല്ല ഇൽമു നൽകി അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഓത്തില്ലേ, ഖദ് അഫ്ലഹ മൻ തസക്കാ, ഖൽബിന്റെ തസ്കിയത്ത് സ്വീകരിച്ചവൻ വിജയിച്ചു. ഖൽബിന് പരിശുദ്ധി സ്വീകരിച്ചവൻ വിജയിച്ചു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തക്ബീർ ചൊല്ലി ഫസല്ലാ, നിസ്കാരം നിർവഹിക്കുകയും ചെയ്ത മനുഷ്യൻ. തക്ബീറും നിസ്കാരവും ഖൽബിന്റെ പരിശുദ്ധിയുടെ ഒരു അടയാളമാണ്. നിസ്കാരങ്ങൾ നിലനിർത്തിയിട്ട് ഖൽബിന്റെ പരിശുദ്ധി കൂടുതലാക്കി എടുത്തിട്ട് നല്ല തസ്കിയത്തുൽ ഖൽബ് ഉള്ളവരായി നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.